പ്രിയരെ, സദൃശവാക്യ പുസ്തകത്തിൻ്റെ തുടർച്ചയായ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, മേലുള്ളവരുടെ പ്രാർത്ഥനയോ യഹോവയ്ക്ക് പ്രസാദം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്, നീതിയെ പിന്തുടരുന്നവയോ അവൻ സ്നേഹിക്കുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്താണ്, ദൈവത്തിന് പ്രസാദമുള്ളത് എന്താണ് എന്ന് ജ്ഞാനി നിരന്തരം തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്ത് എന്നും അവൻ വ്യക്തമാക്കുമ്പോൾ ജ്ഞാനി നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. യഹോവയ്ക്ക് യുക്തമായത്, യഹോവയ്ക്ക് പ്രസാദമായത് ചെയ്യുവാനായിട്ട് നിരന്തരം ശ്രമിക്കുവിൻ. യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കുവാനായി ശ്രമിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ ജീവിതങ്ങളെ അർത്ഥവത്താക്കുവിൻ. നാം നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ പ്രവൃത്തിയിലും, ഓരോ തീരുമാനത്തിലും, നമ്മുടെ ജീവിത രീതികളിലും അത് യഹോവയ്ക്ക് പ്രസാദകരം ആകുന്നുവോ എന്ന് ചിന്തിക്കുവാനും, അല്ല ദൈവത്തിന് നിരക്കാത്തത്, ദൈവഹിതമല്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവോ എന്ന് വിശകലനം ചെയ്യുവാനും ഈ സദൃശവാക്യം നമ്മെ പ്രേരിപ്പിക്കണം. സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ പഠനത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനി വളരെ വ്യക്തമായി പല ഇടങ്ങളിലായി പ്രതിപാദിക്കുന്നു. യഹോവയ്ക്ക് വെറുപ്പായ കാര്യങ്ങൾ ഈ സദൃശവാക്യത്തിൽ നാം കണ്ടത് രണ്ടാണ്. ഒന്ന്, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്. എന്താണ് ദുഷ്ടന്മാരുടെ യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനെക്കുറിച്ച് സമഗ്രമായി നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, ദുഷ്ടന്മാരുടെ വഴികൾ യഹോവയ്ക്ക് വെറുപ്പ്. ദുഷ്ടതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത് എന്ന് നാം ഒരുമിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പല ആവർത്തി, പ്രത്യേകിച്ച് സദൃശവാക്യം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ദൈവത്തിന് ഹിതകരമല്ലാത്തത്, ഇഷ്ടമില്ലാത്തത് എന്തൊക്കെയെന്ന് ജ്ഞാനി വ്യക്തമാക്കുന്നു. ഭോഷ്ക് പറയുന്ന നാവ്, അസത്യം പറയുന്ന നാവ് യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്തതാണ്. സത്യം പ്രതീക്ഷിക്കുന്ന ദൈവം, സത്യത്തിൽ തൻ്റെ മക്കൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം ഭോഷ്കിൻ്റെ വഴിയെ, കള്ളത്തരത്തിൻ്റെ വഴിയെ മനുഷ്യൻ്റെ നാവ് പോകുമ്പോൾ വേദനിക്കുന്ന ചിത്രം. നിരപരാധിയുടെ ചോര പുരണ്ട കൈകൾ, ഏതു തരത്തിലുള്ള കൈകളാണ്? വിശുദ്ധമായ കൈകളെ ഇഷ്ടപ്പെടുന്ന ദൈവം വ്യക്തമായി പറയുകയാണ്, ചോര പുരണ്ട കൈകൾ. പ്രിയരെ, ഒരുപാട് അക്രമം നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ചോരക്കറയുടെ എത്രയോ ഭീതിതമായ ചിത്രങ്ങൾ നമ്മുടെ ചുറ്റും. കലാലയങ്ങളിൽ ചോര വീഴിക്കുന്നതിൽ ഏതോ തരത്തിലുള്ള വികൃതമായ സായുജ്യമടയുന്ന തലമുറകൾ ഒരുപാട് കുടുംബങ്ങളിൽ
എത്രയെത്ര ഇടങ്ങളിൽ രക്തച്ചൊരിച്ചിലിൻ്റെ ചിത്രങ്ങൾ. അത് ഗാർഹിക തലം മുതൽ സാർവലൗകിക തലം വരെ യുദ്ധങ്ങളുടെ വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും നേരിട്ട് കാണുമ്പോൾ നിരപരാധിയുടെ രക്തം പുരണ്ട കരങ്ങൾ യഹോവയ്ക്ക് ഇഷ്ടമില്ല എന്ന ശക്തമായ ഓർമ്മപ്പെടുത്തൽ, അത് ദുഷ്ടന്റെ കരങ്ങളാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ നാം മറന്നു പോകാതിരിക്കരുത്. നിരപരാധിയുടെ ചോര പുരണ്ട കരങ്ങളെപ്പോലെ തന്നെ അവിടെ ശ്രദ്ധേയമാണ് ദുഷ്ടത നിരൂപിക്കുന്ന ഹൃദയം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് എന്ന് പറയുമ്പോഴും ചിലരുടെയെങ്കിലും ഹൃദയങ്ങളിൽ അപരനെ വേദനിപ്പിക്കുന്നത് എങ്ങനെയെന്നും അപരന്റെ ദുഃഖം കണ്ടാലും തനിക്ക് ലാഭം ലഭിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന, ദുഷ്ടത നിറയുന്ന, ദുഷ്ടത നിരൂപിക്കുന്ന ഹൃദയങ്ങളെക്കുറിച്ച് നാം കാണുന്നു. അത്തരത്തിൽ ദുഷ്ടത നിരൂപിക്കുന്ന ഹൃദയങ്ങൾ യഹോവയെ ദുഃഖിപ്പിക്കുന്നു. ദോഷത്തിലേക്ക് ഓടുന്ന കാലുകളെക്കുറിച്ചാണ് പിന്നീട് നാം കാണുന്നത്. നന്മ ചെയ്യുവാനായി നിയോഗിക്കപ്പെട്ട മനുഷ്യൻ, നന്മയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, പക്ഷെ പലപ്പോഴും അവൻ്റെ കാലുകൾ ദുഷ്ടതയുടെ വഴിയെ പോകുമ്പോൾ, ദുഷ്ടത പ്രവർത്തിക്കുവാനായി വെമ്പൽ കൊള്ളുമ്പോൾ, അവിടെയാണ് വേദനാജനകമായ ദൈവത്തിൻ്റെ നോവിനെക്കുറിച്ച് നാം കാണുന്നത്. കള്ളസാക്ഷി പറയുന്നവനെ ദൈവം വെറുക്കുന്നുവെന്ന് പറയുമ്പോൾ, പണത്തിനു വേണ്ടി, സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് കളവും പറയുവാൻ മടിയില്ലാത്തവൻ്റെ ലോകത്തെക്കുറിച്ച് നാം കാണാതിരിക്കരുത്. സദൃശവാക്യങ്ങൾ 6-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ, സഹോദരന്മാരുടെ ഇടയിൽ കലഹം വിതയ്ക്കുന്നവനെ ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, സൗഹൃദത്തോടെ ജീവിക്കേണ്ടുന്ന മനുഷ്യൻ, പരസ്പരതയോടും സാഹോദര്യത്തോടും കൂടെ ജീവിക്കേണ്ട മനുഷ്യൻ, അവരുടെ ഇടയിൽ കലഹത്തിൻ്റെ വിത്തുപാകുന്ന ദുഷ്ടതയുടെ ഇടപെടലിനെ കുറിച്ച് നാം കാണുമ്പോൾ, കലഹം സൃഷ്ടിക്കുന്നവരെ ഇഷ്ടപ്പെടാത്ത ദൈവം, കലഹം സൃഷ്ടിക്കുന്നവരെ ഓർത്ത് ദുഃഖിക്കുന്ന ദൈവം നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരേണ്ടുന്നൊരു ചിത്രമാണ്. അഹങ്കാരമുള്ള കണ്ണുകളെ, ഗർവുള്ള കണ്ണുകളെ യഹോവ പകയ്ക്കുന്നുവെന്ന് പറയുന്നത് പോലെ തന്നെ നീതിയില്ലാത്ത അതിക്രമങ്ങൾ ചെയ്യുന്നതും യഹോവയ്ക്ക് ഇഷ്ടമുള്ളതല്ല എന്ന് സദൃശവാക്യത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം ശ്രദ്ധിച്ചു. യഹോവയ്ക്ക് ഇഷ്ടമില്ലാത്ത അനവധി കാര്യങ്ങൾ. ആ യാഥാർത്ഥ്യത്തിൻ്റെ മധ്യേയാണ് സദൃശവാക്യക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ്, ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ് എന്ന്. എന്താണ് യഹോവയ്ക്ക് പ്രസാദമുള്ള 10 കാര്യങ്ങൾ? ഇവിടെ നാം ശ്രദ്ധിച്ചപ്പോൾ, ഒന്നാമത് നീതിമാന്മാരുടെ പ്രാർത്ഥന യഹോവയ്ക്ക് പ്രസാദം. ദൈവത്തോട് ചേർന്ന് ചെലവഴിക്കുന്നതായിട്ടുള്ള സമയമാണ് പ്രാർത്ഥനയുടെ സമയം. ദൈവത്തോടുള്ള സൗഹൃദം പങ്കുവെക്കുന്ന സമയം, കൂട്ടായ്മ പങ്കുവെക്കുന്ന സമയം, അവലാദികൾ പങ്കുവെക്കുന്ന സമയം. അതിനൊരു പ്രേമഭാവമുണ്ട്, അതിനൊരു ഭക്തിഭാവമുണ്ട്, അതിനൊരു സാന്ദ്രതയുടെ ഭാവമുണ്ട്. ആ അനുഭവം ദൈവത്തിന് പ്രസാദമുള്ള അനുഭവം എന്ന് സദൃശവാക്യക്കാരൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നീതി മാർഗത്തിൽ നടക്കുന്നത് യഹോവയ്ക്ക് പ്രസാദം. സത്യത്തിൻ്റെ വഴിയെ, നീതിയുടെ വഴിയെ സഞ്ചരിക്കുന്ന മനുഷ്യൻ ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നുവെന്ന് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുന്നു. സദൃശവാക്യത്തിൻ്റെ പഠനത്തിൽ ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അനവധി കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചത് നാം ശ്രദ്ധിച്ചു. സത്യവചനത്തിൽ ജീവിക്കുന്നത് യഹോവ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ദയയും കരുണയുമുള്ള ഹൃദയത്തോടെ ജീവിക്കുന്നത്, അവരൻ്റെ വേദന കണ്ടാൽ
അവരുടെ കണ്ണുനീര് കണ്ടാൽ മനസ്സലിയുന്ന ആ മനോഹരമായ മനുഷ്യത്വത്തിൻ്റെ അനുഭവം ദൈവം ഇഷ്ടപ്പെടുന്ന അനുഭവമാണ്. ന്യായത്തോടെ വാണിജ്യ ഇടപാടുകൾ നടത്തുന്ന അനുഭവം, വിനയപൂർവമായ ഉത്തരങ്ങൾ പറയുവാൻ, പ്രതികരിക്കുവാൻ കഴിയുന്ന വിനയത്തോടുകൂടെയുള്ള ജീവിതത്തിൻ്റെ അനുഭവം, നീതിയുടെ വഴി ഒരിക്കലും ഉപേക്ഷിക്കാത്ത നീതിമാർഗത്തിൽ നടക്കുന്ന അനുഭവം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ദൈവഭക്തിയുടെ ജീവിതമാണ്, ദൈവഭക്തിയുടെ ഹൃദയമാണ് എന്ന് ഞാൻ പറയുകയാണ്. സത്യസാക്ഷ്യം പറയുന്നവനെ ഇഷ്ടപ്പെടുന്ന ദൈവം, പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആരാധിക്കുന്നവരെ ഇഷ്ടപ്പെടുന്ന ദൈവം, അവരിൽ പ്രസാദിക്കുന്ന ദൈവം. ദുഷ്ടന്മാരുടെ യാഗം യഹോവയ്ക്ക് വെറുപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് ദുഷ്ടന്മാരുടെ യാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാം ദൈവസന്നിധിയിൽ യാഗവുമായി കടന്നു വരുമ്പോൾ, ആരാധനയുമായി കടന്നു വരുമ്പോൾ നാം എപ്രകാരം ഉള്ളവർ ആയിരിക്കണം എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അനീതിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പോടെ കറുപ്പോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നാൽ ദൈവ സാന്നിധ്യത്തെ ആസ്വദിക്കുവാൻ നിങ്ങൾക്കാവില്ല എന്ന് പലയാവർത്തി ഞാൻ ഓർമ്മപ്പെടുത്തി. നിങ്ങൾ യാഗവസ്തുവുമായി കടന്നു വരുമ്പോൾ, ദൈവസന്നിധിയിൽ ദാനധർമ്മവുമായി കടന്നു വരുമ്പോൾ, കള്ളത്തരത്തിൽ സമ്പാദിച്ചവ ദൈവതിരുസന്നിധിയിൽ കൊണ്ടുവന്നാൽ അത് ദുഷ്ടതയുടെ യാഗമാണ്. അവരുടെ കണ്ണുനീര് കലർന്ന, അവരുടെ ചോര കലർന്ന, അവരുടെ കഷ്ടത കലർന്ന അനുഭവത്തിൽ നിങ്ങൾ നേടിയെടുത്തതെന്തും ദുഷ്ടതയോടെ നേടിയെടുത്തതാണ്. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഹൃദയശുദ്ധിയില്ലാത്ത ആരാധനയെക്കുറിച്ച് പറയുകയാണ്. ഹൃദയം കളങ്കിതമായിരിക്കുമ്പോൾ തന്നെ, കപടത നിറഞ്ഞതായിരിക്കുമ്പോൾ തന്നെ ചിലരെങ്കിലും ബാഹ്യമായ കാപഠ്യത്തിൻ്റെ മുഖവുമായി ദൈവത്തിരുസന്നിധിയിൽ കടന്നു വരാറുണ്ട്. ബാഹ്യതലങ്ങളെ കാണുന്നൊരു ദൈവമല്ല, മറിച്ച് നമ്മെ ഓരോരുത്തരെയും ഉള്ളതുപോലെ കാണുന്ന ദൈവം, നമ്മുടെ അകക്കാമ്പുകളെ കാണുന്ന ദൈവം, യഥാർത്ഥത്തിൽ നാം ആരായിരിക്കുന്നുവോ ആ വ്യക്തിത്വത്തെ കാണുന്ന ദൈവം ദുഷ്ടന്മാരുടെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ല എന്ന്, വേദനിക്കുന്നുവെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാപഠ്യം നിറഞ്ഞ ഹൃദയത്തോടുകൂടിയുള്ള ആരാധന, കിണ്ടിക്കുണ്ടങ്ങളുടെ പുറം വെടിപ്പാക്കുന്ന അനുഭവം, അകമയോ അഴുക്ക് നിറഞ്ഞ അനുഭവം. ചെറിയ കാര്യങ്ങളിൽ പതാരം കൊടുക്കുമ്പോഴും വലിയ കാര്യങ്ങളെ മറന്നുകളയുന്നതായിട്ടുള്ള അനുഭവം, നമ്മുടെ താല്പര്യത്തിനൊത്തവണ്ണം ന്യായപ്രമാണത്തെപ്പോലും വളച്ചൊടിക്കുന്ന കപടത, പ്രശംസ തേടാൻ മാത്രം, മറ്റുള്ളവരെ കാണിക്കുവാൻ മാത്രം ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്. ഈ പാപിയായ മനുഷ്യനെ പോലെ ഞാൻ അല്ലാത്തതുകൊണ്ട് നിന്നോട് സ്തുതിക്കുന്നു എന്ന് പറയുന്ന പരീശനെ പോലെ ജീവിക്കുന്ന മനുഷ്യൻ. കർത്താവേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞ് തിരുസന്നിധിയിലേക്ക് വന്നവനെ സ്വീകരിക്കുന്ന ദൈവം പരീശന്റെ പ്രാർത്ഥനയെ, പരീശന്റെ യാഗത്തെ തിരസ്കരിക്കുന്നത് കർത്താവ് രേഖപ്പെടുത്തുന്നത് നാം ശ്രദ്ധിക്കണം. പരിവർത്തനമില്ലാത്ത യാഗം, ഹൃദയസ്പർശി അല്ലാത്ത യാഗം, ബാഹ്യമായ യാഗ അനുഭവങ്ങൾ ദുഷ്ടതയുടെ യാഗമായി നാം കാണുകയാണ്. പാപത്തിൽ തുടരവേ, മനസാന്തരമില്ലാതെ പാപ സ്വഭാവത്തിൽ തന്നെ ജീവിക്കവേ, ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കവേ, ആരാധനയ്ക്കായി കടന്നു വന്ന മനുഷ്യൻ ചടങ്ങിനെന്ന വണ്ണം അർപ്പിക്കുന്നതായിട്ടുള്ള യാഗവും ആരാധനയും ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ നേരുള്ളവരുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദം എന്ന് പറയുമ്പോൾ എന്താണ് നേരുള്ളവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, നേരുള്ളവരുടെ യാഗത്തിൻ്റെ പ്രത്യേകത എന്നും നാം ചോദിക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾ അത് എപ്രകാരം ആണ് എന്ന് വിചിന്തനം ചെയ്യുവാൻ പ്രേരിതരാവുകയും ചെയ്യണം. വിശ്വാസപൂർണമായ പ്രാർത്ഥനയാണ് നേരുള്ളവൻ്റെ പ്രാർത്ഥന. ഹൃദയത്തിൽ
താൻ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയാണെന്നും ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്നും പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്ന ദൈവമാണെന്നും ആ ദൈവത്തിന് കഴിയാത്തത് യാതൊന്നുമില്ല എന്ന ബോധ്യത്തോടെ ആ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിശുദ്ധിബോധത്തോടുകൂടെ ആരാധിപ്പാൻ നമുക്ക് കഴിയുമ്പോൾ, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയോടുകൂടി ആരാധിപ്പാൻ നമുക്ക് കഴിയുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥനയായി മാറുന്നു. ദൈവഹിതം അന്വേഷിക്കുന്ന പ്രാർത്ഥനയാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തു ഗദസമന പൂവനത്തിൽ കർത്താവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറയുന്നതിന് അനുഭവമുണ്ട്. എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹൃദയം തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കണമേ എന്ന്. അതാണ് പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മനുഷ്യരെ കാണിക്കുന്ന അനുഭവമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിക്കുള്ളിൽ ചെന്ന് കതകടച്ച് നിങ്ങളുടെ ദൈവത്തോട് സംവദിക്കുന്ന, സംസാരിക്കുന്ന, സല്ലപിക്കുന്ന, സമയം ചെലവഴിക്കുന്ന മനോഹരമായ അനുഭവമാണ് പ്രാർത്ഥന എന്നത് ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അന്യോന്യതയും ക്ഷമയുമുള്ള ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രാർത്ഥന അർത്ഥവത്താകുന്നത്. അപരനോട് വെറുപ്പുമായി, അപരനോട് പകയുമായി ആരാധിക്കുവാനായി കടന്നു വന്നാൽ ആ ആരാധന അർത്ഥശൂന്യമാകും. കർത്താവായ യേശു ക്രിസ്തു പലയാവർത്തി ഓർമ്മപ്പെടുത്തി, നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് വരുമ്പോൾ, ആരാധനയ്ക്കായി ഒരുമിച്ച് വരുമ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയാൽ ആ യാഗവസ്തുക്കളെ അവിടെ വെച്ചിട്ട് ആദ്യം ചെല്ലുവിൻ, ആ വ്യക്തികളോട് നിരന്നുകൊള്ളുവിൻ, എന്നിട്ട് വന്ന് സന്തോഷത്തോടുകൂടെ എന്നെ ആരാധിപ്പിൻ. ആ അനുരഞ്ജനത്തിൻ്റെ അനുഭവമാണ്, ആ സ്നേഹത്തിൻ്റെ അനുഭവമാണ്, ആ ക്ഷമയുടെ അനുഭവമാണ്, ആ പുത്തൻ ആരംഭത്തിൻ്റെ അനുഭവമാണ് പ്രാർത്ഥനയുടെ നിദാനം. വചനാധിഷ്ഠിതമായ പ്രാർത്ഥനയാണ് ദൈവത്തിന് പ്രസാദകരമുള്ള പ്രാർത്ഥന. ദൈവം ദുഷ്ടന്മാരുടെ വഴിയെ വെറുക്കുന്നുവെന്ന് പറയുമ്പോൾ എൻ്റെ വഴി ഈ ദുഷ്ടതയുടെ വഴി ആണോ എന്ന് ആത്മാർത്ഥതയോടെ സ്വയവിചിന്തനം ചെയ്യുവാൻ, ആണെങ്കിൽ അനുദപിക്കുവാൻ, തിരുത്തുവാൻ, പുത്തൻ ആരംഭങ്ങൾക്കായി ദൈവതിരുസന്നിധിയിൽ സ്വയം സമർപ്പിതരാകുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നൊരു അനുഭവമാകണം ദുഷ്ടന്മാരുടെ വഴി യഹോവയെ വേദനിപ്പിക്കുന്നത്, യഹോവയ്ക്ക് വെറുപ്പുള്ളത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ദുഷ്ടന്മാരുടെ വഴി നാം കേട്ടതുപോലെ അത് അനീതിയുടെ വഴിയാണ്. നീതിയും ന്യായവും ഒരു വഴിയിലും അന്യായവും അനീതിയും മറുവഴിയിലും നിൽക്കുമ്പോൾ അന്യായത്തിൻ്റെയും അനീതിയുടെയും വഴിയെ തിരഞ്ഞെടുക്കുന്നതാണ് ദുഷ്ടതയുടെ വഴി. അഹങ്കാരത്തിൻ്റെയും വിനയത്തിൻ്റെയും സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വിനയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ താണിരിക്കുന്നതിന് പകരം അഹങ്കാരത്തോടുകൂടി ഗർവോടുകൂടി ജീവിക്കുന്ന, ആരുമല്ലെങ്കിലും ഞാൻ ആരോ ആണെന്ന ഭാവത്തോടെ ജീവിക്കുന്ന അനുഭവം ദുഷ്ടതയുടെ വഴിയാണ്. വഞ്ചനയുടെയും കള്ളത്തരത്തിൻ്റെയും കള്ളത്തുലാസിൻ്റെയും കാപഢ്യത്തിൻ്റെയും വഴിയാണ് ദുഷ്ടതയുടെ വഴി. അത് ഭോഷ്കിൻ്റെ വഴിയാണ്. അത് അവരനെ ഉപദ്രവിക്കുന്ന വഴിയാണ്. അത് ദൈവഹിതം അന്വേഷിക്കാത്ത വഴിയാണ്. ദൈവത്തെ, ദൈവ സാന്നിധ്യത്തെ തള്ളിപ്പറയുന്ന, ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന. മുതിർന്നവർ പലയാവർത്തി ഓർമ്മപ്പെടുത്തി, ദൈവത്തെ മറന്ന് കുഞ്ഞേ ജീവിച്ചിടരുതേ എന്ന്. എന്നിട്ടും സ്വയം ദൈവത്തെ മറന്ന് ജീവിക്കുവാൻ തീരുമാനിക്കുന്നവരുടെ അനുഭവമാണ് ദുഷ്ടതയുടെ വഴി. അവിടെ അന്യായമായ സമ്പാദനമുണ്ട്, അഴിമതിയുണ്ട്, അക്രമമുണ്ട്. അത് കലഹം വിതയ്ക്കുന്ന വഴിയാണ്, കലഹത്തിൽ ആഹ്ലാദിക്കുന്ന വഴിയാണ്, കലഹത്തിൻ്റെ മധ്യേ ലാഭം കൊയ്യുന്നത് എങ്ങനെയെന്ന് ആരായുന്ന വഴിയാണ്. അത് കാപഠ്യത്തിൻ്റെ വഴിയാണ്, അത് തിന്മയുടെ വഴിയാണ്. അത്തരത്തിലുള്ള ദുഷ്ടന്മാരുടെ വഴിയെ യഹോവ വെറുക്കുന്നുവെന്ന് പറയുമ്പോൾ നീതിയെ പിന്തുടരുന്നവരെ അവൻ സ്നേഹിക്കുന്നു എന്നും പറയുകയാണ്. ദൈവം സ്നേഹിക്കുന്നത് നീതിയെ പിന്തുടരുന്നവർ എന്ന് പറയുമ്പോൾ ദൈവം സ്നേഹിക്കുന്നത് ആരെയൊക്കെ, ദൈവം സ്നേഹിക്കുന്നവരുടെ പ്രത്യേകതകൾ എന്താണ് എന്നത് വളരെ
ശ്രദ്ധേയമായ ഒരു ചോദ്യമായി മാറുന്നു. ദൈവം സ്നേഹമാണ്. വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നിഖ്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700ാമത്തെ വാർഷികം നാം ആഘോഷിക്കുന്ന വർഷമാണിത്. വിശ്വാസം നാം ഏറ്റുപറയുമ്പോൾ സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നാം പറയുവാൻ വിട്ടുപോകുന്ന ഒരനുഭവം ആ ദൈവത്തിൻ്റെ സ്വഭാവമായ സ്നേഹമാണ്. ദൈവം സ്നേഹം തന്നെ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണെന്ന് ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് ദൈവം സ്നേഹിക്കുന്നവരുടെ പ്രത്യേകതകൾ എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്. ദൈവം സ്നേഹിക്കുന്നവർ നീതിയുടെ മാർഗത്തിൽ നടക്കുന്നവരാണ്. പല ആവർത്തി നാം ഓർമ്മപ്പെടുത്തപ്പെട്ടതുപോലെ പല വഴികൾ നമ്മുടെ മുമ്പാകെ തുറന്നിരിക്കുമ്പോഴും വിശാലമായ വഴികൾ നാശത്തിലേക്ക് വഴിവെച്ചുകൊണ്ട് നമ്മെ മാടി വിളിക്കുമ്പോഴും നീതിയുടെ വഴികളിലൂടെ നടക്കുവാൻ ഇഷ്ടപ്പെടുന്നവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവം സ്നേഹിക്കുന്നവർ. ദൈവം സ്നേഹിക്കുന്നത് സത്യസന്ധമായ ഹൃദയം ഉള്ളവരെയാണ്. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിന് 20-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് നാം ശ്രദ്ധേയമായി പഠിച്ചു. കാപഠ്യമില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താൻ ആരായിരിക്കുന്നുവോ ആ വ്യക്തിത്വമായി തന്നെ കടന്നു വരുന്ന, മൂടുപടങ്ങളില്ലാതെ കടന്നു വരുന്ന, കാപഠ്യങ്ങളില്ലാതെ കടന്നു വരുന്ന, ആയിരിക്കുന്നത് പോലെ എന്നെ അംഗീകരിക്കണമേ എന്ന വിനയാൻവിതമായ പ്രാർത്ഥനയോടുകൂടി കടന്നു വരുന്ന സാധാരണക്കാരനായി കടന്നു വരുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അവൻ്റെ ആശ്രയം രഥങ്ങളിലല്ല, കുതിരകളിലല്ല, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലുമല്ല, മറിച്ച് ആശ്രയം വെപ്പാൻ മതിയായവനായൊരു ദൈവം എനിക്കുണ്ട് എന്ന ബോധ്യത്തോടെ ആശയും ആശ്രയവുമായി ദൈവത്തെ മാറ്റിയവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവഹിതം അന്വേഷിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. വലിയ സ്വപ്നങ്ങളോടുകൂടി, വലിയ പദ്ധതികളോടുകൂടി ദൈവം ഓരോരുത്തരെയും മെനഞ്ഞുണ്ടാക്കുമ്പോൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ത് എന്ന്, തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം എന്തെന്ന്, തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷ എന്തെന്ന് നിരന്തരം ദൈവത്തെ തിരുസന്നിധിയിൽ വിനയപ്പെട്ട് അന്വേഷിക്കുന്നവരെ യഹോവ സ്നേഹിക്കുന്നു. ഹൃദയ പരമാർത്ഥതയുള്ളവനെ യഹോവ സ്നേഹിക്കുന്നുവെന്ന് 34-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുവല്ലോ. ഹൃദയ പരമാർത്ഥത, ദൈവ തിരുസന്നിധിയിൽ മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ലാതെ ആത്മാർത്ഥതയോടുകൂടി പരമാർത്ഥതയോടുകൂടി കടന്നു വരുവാൻ നമുക്ക് കഴിയുമ്പോൾ ആ കടന്നുവരവിനെ ദൈവം സ്നേഹിക്കുന്നു. അനുസരണയുള്ള ഹൃദയത്തെ ദൈവം സ്നേഹിക്കുന്നു. അത് കൽപ്പനകൾ പാലിക്കുന്നൊരനുഭവം മാത്രമല്ല, ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പാലിച്ചു വരുന്നുണ്ടുവല്ലോ യേശുവിനോട് പറഞ്ഞ ഒരു മനുഷ്യൻ നിരാശയോടെ മടങ്ങിപ്പോകുന്നത് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. അനുസരണയോടുകൂടി ദൈവ തിരുസന്നിധിയിൽ കടന്നു വരുന്നവരെ യഹോവ സ്നേഹിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്നവരെ യഹോവ സ്നേഹിക്കുന്നു. സദൃശവാക്യങ്ങളുടെ 3-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ ഇതിനെ അവഗാഹമായി നാം അപഗ്രഥിച്ചതാണല്ലോ. ദൈവ ആശ്രയമുള്ളവരെ യഹോവ സ്നേഹിക്കുന്നു. ദൈവവചനത്തിൽ സന്തോഷിക്കുന്നവരെ യഹോവ സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവം ആ സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവമായി തൻ്റെ പുത്രനെ കാൽവരി കുരിശിൽ ലോകരക്ഷയ്ക്കായി, ലോകത്തിൻ്റെ വിമോചനത്തിനായി നൽകിയ ദൈവം, ആ ദൈവത്തിൻ്റെ ഭാവം, ആ ദൈവത്തിൻ്റെ സ്വഭാവം, ആ ദൈവത്തിൻ്റെ സത്ത, അത് സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നു എന്ന്, നീതിയുടെ വഴികളിൽ നടക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് അവിടെ നാം കാണുകയാണ്. സ്നേഹിതരെ, ഞാൻ ഈ സദൃശവാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്യരുത് എന്നാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങൾ ഇന്ന് നാം വായിച്ചു കേട്ട സദൃശവാക്യത്തിൽ ഞാൻ വ്യക്തമാക്കുകയാണ്. ഒന്ന്, ദുഷ്ടന്മാരുടെ യാഗം, ദുഷ്ടതയോടുകൂടിയുള്ള ആരാധന, കപടതയോടുകൂടിയുള്ള ആരാധന,
മൂടുപടങ്ങളോടുകൂടിയുള്ള ആരാധന. നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ അത് കപടതയുടേതാണോ, ദുഷ്ടതയുടേതാണോ, ദൈവത്തിൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നതാണോ എന്ന് പരമാർത്ഥതയോടുകൂടി ചിന്തിപ്പാൻ അത് നമ്മെ സഹായിക്കണം. ദുഷ്ടന്മാരുടെ വഴി യഹോവയ്ക്ക് വെറുപ്പ്. പല വഴികൾ നാം തിരഞ്ഞെടുക്കുന്ന വഴി, അതിൽ ദുഷ്ടതയുടെ കണികകൾ ഉണ്ടോ എന്ന്, അതിൽ കപടതയുടെ കണികകൾ ഉണ്ടോ എന്ന്, അതിൽ അപരന് കണ്ണുനീര് പകർന്നു നൽകുന്ന അനുഭവം ഉണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിപ്പാൻ നമുക്കാകണം. ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിപ്പാൻ ദൈവമേ എന്നെ സഹായിക്കണമേ എന്നത് എൻ്റെ പ്രാർത്ഥനയാകണം. എന്നാൽ സങ്കീർത്തനക്കാരൻ്റെ അനുഭവം പോലെ, സദൃശവാക്യക്കാരൻ്റെ അനുഭവം പോലെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ, ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ നാം വായിച്ചു കേട്ട സദൃശവാക്യത്തിൽ നേരുള്ളവൻ്റെ പ്രാർത്ഥന, നേരോടുകൂടിയുള്ള പ്രാർത്ഥന, സത്യസന്ധമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നയാൾ ആസ്വദിക്കുന്നത് പോലെ, ആരോടൊപ്പം പ്രാർത്ഥിക്കുന്നുവോ ആ ദൈവം പ്രസാദിക്കുന്ന അനുഭവത്തിൻ്റെ മനോഹരമായൊരു ചിത്രം. നീതിയെ പിന്തുടരുന്നവരെ യഹോവ സ്നേഹിക്കുന്നുവെന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ ഇവിടെ. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ മറ്റു സദൃശവാക്യങ്ങളെപ്പോലെ തന്നെ വളരെ പ്രസക്തമായ 2 സദൃശവാക്യ സൂക്തങ്ങളാണ്. ഈ സദൃശവാക്യത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്തവണ്ണം ദൈവത്തിന് പ്രസാദകരമായി, ദൈവം സ്നേഹിക്കുന്നവരായി ജീവിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്നത് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. ഈ സദൃശവാക്യത്തിൻ്റെ ഇതിലും ആഴമായ പൊരുൾ ഗ്രഹിപ്പാൻ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ, വിനയപ്പെടുത്തണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.